Hi everyone, this is Abin from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിളിൻ്റെ സ്റ്റെപ്പിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്പനിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ചാനൽ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത കുറേ കൂട്ടുകാരുണ്ട്. ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കോർ എന്ന് പറയുന്നത്. നമ്മുടെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ iOSൻ്റെ ഒരു പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. iOS മാത്രമല്ല, വാച്ച്OSനും macOSനും ഒരു പുതിയ OS വന്നിട്ടുണ്ട്. iOS 16.6.1 എന്ന പുതിയ അപ്ഡേഷനും അതേപോലെ വാച്ച്OSനും macOSനും പുതിയ 2 അപ്ഡേഷൻസും നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അപ്ഡേഷൻസ് ചെയ്യാത്തവർ എന്തായാലും ചെയ്യുക. ഇനി ആ ഒരു അപ്ഡേഷൻ ചെയ്തില്ലെങ്കിലും വലിയൊരു പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. ഇനി നമ്മൾ എന്തായാലും iOS 17ലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്ഡേഷൻ ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. ചെറിയ ബഗ്ഗുകളൊക്കെ ഉണ്ടായ ആ ബഗ്ഗുകളെ തല്ലിക്കൊല്ലാൻ വേണ്ടിയാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ അടുത്ത ന്യൂസ് എന്താണെന്ന് വെച്ചാൽ iOS 18ൽ iOS 17 വന്നിട്ടില്ല, എന്നാലും iOS 18ൽ നമുക്ക് സിറിയിൽ കുറേയധികം മാറ്റങ്ങൾ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം നമ്മുടെ ആപ്പിൾ മില്യൺസ് ഓഫ് ഡോളർ ChatGPT പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന AI ബേസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സിറിയുടെ ഏറ്റവും വലിയ ബിഗർ അപ്ഡേറ്റ് നമ്മുടെ iOS 17ൽ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ വണ്ടർലസ്റ്റ് അല്ലെങ്കിൽ വണ്ടർലസ്റ്റ് എന്ന ആപ്പിൾ ഇവന്റിൽ വരാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ കൂടുതലും പ്രതീക്ഷിച്ച കുറച്ച് കാര്യങ്ങൾ വരില്ല എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. അത് ഒന്നാമത്തെ കാര്യം അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ M3 MacBook ആണ്. ഒരു പുതിയ MacBook നമുക്ക് ഈ ഒരു ഇവന്റിൽ കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അതേപോലെ ഒക്ടോബറിലായിരിക്കും നമുക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ നവംബറിലായിരിക്കും, ഈ 2 മാസങ്ങളിലായിരിക്കണം നമുക്ക് ഒരു iPad പുതിയത് വരാൻ ചാൻസ് ഉള്ളത്. ഈ ഒരു ഇവന്റിൽ നമുക്ക് iPadഉം വരാനും ചാൻസ് കുറവാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നമ്മളൊരു ലീക്കിലും റൂമറിലും കേൾക്കാത്ത ഒരു കാര്യമാണ് എയർ ടാഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ കൊല്ലങ്ങളായി ഇപ്പോൾ ഒരു എയർ ടാഗിൻ്റെ പുതിയ ജനറേഷനോ അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റോ വന്നിട്ട്, അതുകൊണ്ട് തന്നെ ഒരു പുതിയ എയർ ടാഗ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊരു 20% മാത്രമാണ് നമുക്ക് സപ്പോർട്ടബിൾ ഉള്ളൂ. കാരണം അതിനെപ്പറ്റി വേറെ ഒരു ലീക്സോ റൂമേഴ്സോ നമുക്ക് ലഭിച്ചിട്ടില്ല. യാതൊരു റിപ്പോർട്ടും നമുക്ക് അതിനെ ബേസിസ് ചെയ്തും കിട്ടിയിട്ടില്ല കൂടുതലും. അതുകൊണ്ട് തന്നെ വന്നാൽ അത്രമാത്രം സന്തോഷമായിരിക്കും. കാരണം പുതിയൊരു എയർ ടാഗ് വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന U2 ചിപ്പും വരുന്നതായിരിക്കും. U1 ചിപ്പിനെക്കാട്ടും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഫൈൻഡിങ്ങിനും അതേപോലെ അൾട്രാ വൈഡ് ബാൻഡിനൊക്കെ U2 ചിപ്പ് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു എയർ ടാഗ് വന്നാലും അതും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമായിരിക്കും. ഇനി ആപ്പിൾ ഒരു 5G മോഡത്തിൻ്റെ ചിപ്സെറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ കോൾകോമാണ് നമുക്ക് ഈ പറഞ്ഞ 5G ചിപ്സെറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അടുത്ത കൊല്ലം റിലീസാകാൻ പോകുന്ന iPhone 16ൽ ആപ്പിൾ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ചിപ്സെറ്റ്, മോഡത്തിൻ്റെ ചിപ്സെറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഹയസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഡാറ്റ സെല്ലർ കണക്ഷൻ നമുക്ക് ഈ പറഞ്ഞ അടുത്ത ജനറേഷൻ ഐഫോണിൽ ലഭിക്കാനും ചാൻസ് ഉണ്ട്. നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയ ന്യൂസാണ്. അതെന്താണെന്ന് വെച്ചാൽ ചൈനയിൽ നമ്മുടെ ആപ്പിളിൻ്റെ എല്ലാ പ്രോഡക്ട്സും ബാൻ ചെയ്തിരിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഒരു ദിവസങ്ങളിലായിട്ട് ആ ന്യൂസ് ലീക്കാറുണ്ടാകും. പക്ഷേ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ ചൈനയിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയത് ചൈനീസ് ബ്രാൻഡുകളൊന്നുമല്ല, അമേരിക്കൻ ബേസ്ഡ് ആയ നമ്മുടെ സ്വന്തം ആപ്പിളാണ്. അതിൽ ഐഫോൺ ഏറ്റവും കൂടുതൽ വിറ്റ് കഴിഞ്ഞ ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഹുവാവി, ബാക്കി കുറേ ജാപ്പൻ അല്ലെങ്കിൽ ചൈനീസ് കമ്പനികൾക്ക് അത് നല്ലൊരു അടിയാണ്. അതുകൊണ്ട് തന്നെ ആ എല്ലാ കാര്യങ്ങളും കുറയ്ക്കാനും ആപ്പിളിൻ്റെ ഈ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റ് തന്നെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ പറഞ്ഞ ചൈനീസ് ഗവൺമെൻറ് അങ്ങനെ ഒരു വലിയൊരു നയം ആപ്പിളിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ ഒരു ഒറ്റ തീരുമാനം കൊണ്ട് ആപ്പിളിൻ്റെ സ്റ്റോക്ക് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് താഴത്തേക്ക് പോയിട്ടുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഈ കഴിഞ്ഞ ദിവസം കിട്ടിയ ഒരു ലീക്കാണ്. ഐഫോണിൽ നമ്മൾ ഏറ്റവും ആൾക്കാരെ പ്രതീക്ഷിച്ച് ഒരു 256 GB ബേസ് വേരിയൻറ്റ് വരുന്നതാണ്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു വേരിയൻ്റ് ആയിരിക്കില്ല. നമുക്ക് ബേസ് മോഡൽ തന്നെ വരുന്നത് 128 GB നമ്മൾ ഇപ്പോൾ കറൻ്റ് റൺ ചെയ്യുന്ന ആ ഒരു സെയിം സ്റ്റോറേജിൽ ഒരു 15 സീരീസ് നമുക്ക് ലഭിക്കും. നമ്മൾ കരുതിയ പോലെ 256 ആയിരിക്കില്ല ഇനി വരാൻ പോകുന്ന ബേസ് വേരിയൻറ്റ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രൈസും കുറച്ചും കൂടെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയാണ് ആപ്പിൾ അങ്ങനത്തെ ഒരു കാര്യം എടുത്ത് ചെയ്യുന്നത്.
പക്ഷേ പ്രോ സീരീസിലേക്ക് വരുമ്പോൾ പ്രോ മാക്സിന് അത്യാവശ്യം നല്ല രീതിക്ക് $100 $150 കൂടാൻ പ്രീവിയസ് ജനറേഷൻ ഫോണായ iPhone 14 Pro Maxനെക്കാട്ടും $100 $150 Pro Maxന് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഈ ഒരു കൊല്ലം അൾട്ര എന്നുള്ള പേരിൽ നമുക്കൊരു ഡിവൈസ് ലഭിക്കില്ല. അതിന് പകരം നമുക്ക് 15 പ്ലസ് 15 Pro Max എന്നുള്ള സെയിം പേരിൽ തന്നെയായിരിക്കും ഈ ഒരു കൊല്ലം നമുക്ക് ഇവന്റിൽ കാണാൻ പറ്റുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ജാം പാക്ഡ് ആപ്പിൾ ന്യൂസ് ടേബിളിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്നായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾ ഒന്നും കൂടി നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ ഇരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റും. അതോടൊപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് തന്നിട്ടുണ്ട്. Go follow me in Instagram too. And thank you so much for watching this video. This is Abin Xavier signing from Evika.